നമുക്ക് ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷനെ പറ്റി നോക്കാം. അതിലാദ്യം വരുന്നതാണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. ഇനി മൈക്രോസ്പോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പൈനോർ സ്ട്രക്ചർ ഓഫ് മൈക്രോ ഗ്യാമറ്റോഫൈറ്റ്. അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സർക്കുലർ ആണ്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് 2 സ്പോർ കോട്ട് പ്രസൻ്റ് ആണ്. ഇന്നർ ഇൻഡൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കവർ ദി സ്പോർ. അതുപോലെ തന്നെ സിംഗിൾ ന്യൂക്ലിയസ് സറൗണ്ടഡ് ബൈ ഡെൻസ് സൈറ്റോപ്ലാസ്മിക് കോണ്ടന്റ്. ഈ പൊള്ളൻ ഗ്രെയിൻസ് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്താണ് ജെർമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പിന്നീട് 4 സെൽഡ് സ്റ്റേജ് ആകുമ്പോഴാണ് അത് റിലീസ് ആവുന്നത്. ഡിവിഷൻ ആവുന്നതിന് മുന്നേ തന്നെ ന്യൂക്ലിയസ് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രം ദ സെൻറ്ററിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അതർ എൻഡിലേക്ക് അത് പോകും. അതിനുശേഷം വാൾ ഫോർമേഷൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് സ്മോൾ ലെൻറ്റിസെല്ലാർ മെയിൽ പ്രോത്താലിയൽ സെൽ അതുപോലെ തന്നെ ലാർജ് സെല്ല് ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ലാർജ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് വേറൊരു അനദർ മെയിൽ പ്രോത്താലിയൽ സെൽസും അതുപോലെ ലാർജ് ആന്ത്രിഡിയൽ സെൽസും ഫോം ചെയ്യുന്നു. ആദ്യം ഫോം ചെയ്ത പ്രോത്താരിയൽ സെൽസ് ഡീജനറേറ്റ് ചെയ്യും. രണ്ടാമത് വരുന്നതാണ് പെർസിസ്റ്റ് ചെയ്യുന്നത്. ഇനി ആന്ത്രിഡിയൽ സെൽ ഡിവൈഡ് ചെയ്തിട്ട് ജനറേറ്റീവ് സെൽസും അതുപോലെ തന്നെ ട്യൂബ് സെൽസും ഉണ്ടാക്കും. ഇനി ഡേസിൻസിൻ്റെ സമയമാകുമ്പോൾ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്നും സെമി ജെർമിനേറ്റഡ് ആയിട്ടുള്ള മൈക്രോസ്പോർസ് റിലീസാവും. ഇനി ഇന്ത്യൻ ഒരു ഹോസ്റ്റോറിയമായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ജെർമിനേറ്റിംഗ് സ്പോറിന് വേണ്ട ഫുഡൊക്കെ അബ്സോർബ് ചെയ്ത് എടുക്കുന്നു. ഇനി മറ്റുള്ള പോസ്റ്റ് പോളിനേഷൻ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് സ്റ്റോക്ക് സെല്ല് അഥവാ നമുക്കതിന് സ്റ്റെറൈൽ സെൽ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ബോഡി സെൽ, അതിന് നമുക്ക് സ്പെർമാറ്റോജിനസ് സെൽസ് എന്ന് വിളിക്കാം. അങ്ങനെ 2 സെൽ ഫോം ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെറൈൽ സെല്ലിനെ സറൗണ്ട് ചെയ്തിട്ട് സെക്കൻഡ് മെയിൽ പ്രോത്താലസ് സെൽസ് ആണ് കാണുന്നത്. ഇനി ബോഡി സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 മോട്ടൈൽ സ്പെർമാറ്റോസോയിഡ് ഉണ്ടാവുന്നു. ഇനി ദ മൾട്ടി സീലിയേറ്റഡ് സ്പേംസ് ഇൻ ജിങ്കോ ആർ നോട്ട് സെപ്പറേറ്റഡ് ബൈ എനി വാൾ വിത്തിൻ ദ ബോഡി സെൽ. ഇനി ഇതിൽ ഏർലി സ്റ്റേജസിലുള്ള മൈക്രോസ്പോറിന് ജെർമിനേഷനാണ് കാണിച്ചിരിക്കുന്നത് ജിങ്കോ ബൈലോബയിലുള്ളത്. അതുപോലെ 8F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഇൻ ജിങ്കോ ബൈലോബ. നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റിനെ പറ്റി പറയാനുള്ളത്. അടുത്തതാണ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്. നേരത്തെ പറഞ്ഞ പോലെ മെഗാസ്പോർ ആണ് അതിൻ്റെ പൈനൽ സ്ട്രക്ചറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ഫിരിക്കൽ, ഓൾമോസ്റ്റ് സ്ഫിരിക്കൽ ഷേപ്പാണ്. ഇനി ന്യൂക്ലിയസിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടന്നിട്ട് 256 ഫ്രീ ന്യൂക്ലിയ ഉണ്ടാവുന്നത് വരെ അതിന് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നുണ്ട്. ഇനി ന്യൂക്ലിയ എന്ന് പറഞ്ഞത് എംബഡ് ചെയ്തിട്ടുള്ളത് പെരിഫറൽ സൈറ്റോപ്ലാസ്മിക് ലെയർ കൊണ്ടാണ്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് സെൻട്രൽ വാക്യൂൾ ഉണ്ടായിരിക്കും. ഇനി വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ബീക്ക് ലൈക്ക് പ്രൊട്ടൂബറൻസ് ഉണ്ടാവുന്നുണ്ട് ഫ്രം ദ മൈക്കോപൈലാർ എൻഡ്. മൈക്കോപൈലാർ എൻഡ് എന്ന ഒരു ബീക്ക് ലൈക്ക് പ്രൊട്ടൂബറൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിന്. അത് നമുക്ക് ടെൻറ്റ് ബോൾ എന്ന് വിളിക്കാം. വേറൊരു ഫീച്ചർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദി ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഈസ് ദാറ്റ് ഇറ്റ് ഇസ് ഡെവലപ്പ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ആർ ഗ്രീൻ ഇൻ കളർ. അവർ ക്ലോറോപ്ലാസ്റ്റിന് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഗ്രീൻ കളറായിട്ടാണ് കാണുന്നത്. ഇനി ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിലാണെങ്കിൽ 2 or 3 ആർക്കിഗോണി ഉണ്ട്. അത് മൈക്രോപൈലർ എൻഡിൽ എംബഡ് ചെയ്തിട്ടാണ് കാണുന്നത്. ഇനി ഈച്ച് ആർക്കിഗോണിയത്തിനാണെങ്കിൽ ലാർജ് വെൻഡർ കണ്ടെയ്നിങ് ഫീമെയിൽ ന്യൂക്ലിയസ് അല്ലെങ്കിൽ നമുക്കതിനെ എഗ്ഗ് അല്ലെങ്കിൽ വെൻഡർ കനാൽ സെൽ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ആർക്കിഗോണിയത്തിൽ പറയുകയാണെങ്കിൽ വെൻഡർ കനാൽ സെൽ അതുപോലെ തന്നെ എക്സെല്ലും പ്രസൻ്റ് ആണ്. ദി ആർക്കിഗോണിയൽ എക്സെൽ കൺസിസ്റ്റ് ഓഫ് 2 cells ആൻഡ് ഇറ്റ് ഡിവൈഡഡ് ടു ഫോം 4 cell വിച്ച് ഇസ് വെൽ ടു ഫോം എ ഹെമിസ്ഫെറിക്കൽ പ്രൊട്ടൂബറൻസ്. വേറൊരു പ്രത്യേക ഫീച്ചർ പറയുന്നത് എന്താ, പ്രസൻസ് ഓഫ് ഡിഫൈൻ വെൻഡർ കനാൽ സെൽസ്. അതൊരു പ്രത്യേക ഫീച്ചറാണ് ആർക്കിഗോണിയിൽ. ദാറ്റ് ഡിഫറൻഷ്യേറ്റഡ് ഫ്രം ആർക്കിഗോണി ഓഫ് സൈക്കറ്റ്. സൈക്കറ്റ്സിൻ്റെ ആർക്കിഗോണിയിൽ നിന്ന് മെയിനായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നൊരു റീസൺ എന്ന് പറയുന്നത് ഡിഫൈൻ ആയിട്ടുള്ള വെൻഡർ കനാൽ സെൽസ് ആണ്. ഫെർട്ടിലൈസേഷന് മുന്നേ തന്നെ ഈ വെൻഡർ കനാൽ സെൽസൊക്കെ ഡീജനറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് ജിങ്കോ ബൈലോബയിലുള്ള ആർക്കിഗോണിയത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. നെക്ക് സെൽസ് ഉണ്ട്, വെൻഡർ കനാൽ സെൽസ് ഉണ്ട്, അത് കഴിഞ്ഞ് എഗ് സെൽസ് പ്രസൻ്റ് ആണ്, പിന്നെ സ്റ്റാർച്ച് ഗ്രെയിൻസും ഉണ്ട്. ഇനി A to D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ആർക്കിഗോണിയും ജിങ്കോയിലുള്ള ആർക്കിഗോണിയുടെ ഡെവലപ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ആദ്യം ആർക്കിഗോണി ഇനീഷ്യൽ, പിന്നെ അത് നെക്സ്റ്റ് സെല്ലും സെൻട്രൽ സെല്ലായിട്ട് മാറും. പിന്നെ നെക്സ്റ്റ് സെല്ല് കഴിഞ്ഞത് വെൻഡർ കനാൽ സെല്ലും എഗ് സെല്ലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. പിന്നെയാണ് കംപ്ലീറ്റ് ആ ഒരു സ്ട്രക്ചറിലേക്ക് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫെർട്ടിലൈസേഷൻ്റെ സമയമാകുമ്പോൾ ഈ ആർക്കിഗോണിയൽ ചേമ്പറിൽ ലിക്വിഡ് വന്ന് ഫില്ലാവും. ഇനി ആർക്കിഗോണിയൽ ചേമ്പറിലേക്ക് പൊള്ളൻ ട്യൂബ് സ്പേംസിനെ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഈ ആർക്കിഗോണിയൽ നെക്കി കൂടെ ഈ സ്പേംസ് അതിൻ്റെ വേ സ്ക്വീസ് ചെയ്ത് വരും. കുറച്ച് കഴിയുമ്പോഴേക്കും ദ സ്പേംസ് ആർ സ്ട്രിപ്ഡ് ഓഫ് ദെയർ ഫ്ലജല്ല ആൻഡ് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ. അതിനുശേഷം നേക്കഡ് ആയിട്ടുള്ള മെയിൻ ന്യൂക്ലിയ മൂവ് ടുവാർഡ്സ് ദ എഗ്. നേക്കഡ് ആയിട്ടുള്ള മെയിൻ ന്യൂക്ലിയ എഗ്ഗിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതിൽ ഒരെണ്ണം അതുമായിട്ട് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ സിംഗമി നടക്കുന്നു, അഥവാ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഇനി ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അത് ട്രീയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഗ്രൗണ്ടിലേക്ക് വീണതിന് ശേഷം ആവാം. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ആർക്കിഗോണിയൽ ചേമ്പറിൽ ലിക്വിഡ് വന്ന് ഫില്ലാവുന്നു. അതിനുശേഷം ആർക്കിഗോണിയൽ ചേമ്പറിലേക്ക് നമ്മുടെ സ്പേംസിനെ പൊള്ളൻ ട്യൂബ് ഡിസ്ചാർജ് ചെയ്യുന്നു.
പിന്നെ സ്പേംസ് അതിൻ്റെ ഫ്ലജെല്ല സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനൊക്കെ സ്ട്രിപ്ഡ് ഓഫ് ചെയ്യുന്നു. നേക്കഡായിട്ടുള്ള മെയിൻ ന്യൂക്ലിയർ വന്നിട്ട് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ അഥവാ സിംഗമി നടക്കുന്നു. ഈ ഫെർട്ടിലൈസേഷൻ ഒന്നില്ലെങ്കിൽ ഓവ്യൂൾ ട്രീയിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ താഴേക്ക് വീണതിന് ശേഷം നടക്കും. നെക്സ്റ്റ് ആണ് എംബ്രിയോജനി. എംബ്രിയോജനിയിൽ പറയുകയാണെങ്കിൽ ലീ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ജിങ്കോ എംബ്രിയോസിനെ കൾച്ചർ ചെയ്യുന്നതിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതായത് ബൈ ആഡിങ് ടു ദ മീഡിയം ആൻഡ് എക്സ്ട്രാക്ട് ഓഫ് ജിങ്കോ എൻഡോസ്പേം, അതിലേക്ക് നമ്മളതിനെ ആഡ് ചെയ്തിട്ട് ജിങ്കോ എംബ്രിയോസിനെ കൾച്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീവാർഡ് ആൻഡ് കാപ്ലിൻ 1952 അവർക്കും ഇതിൻ്റെ എക്സ്ട്രാക്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബൈ ദ എംബ്രിയോജനസിസ് ഇൻ ഇൻവിട്രോ കൾച്ചർ. ഈ പറഞ്ഞ എക്സ്ട്രാക്റ്റിലൊക്കെ അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് സം അമിനോ ആസിഡ്സ് ആണ്. ദേ ആർ നെസസറി ടു പ്രൊമോട്ട് ന്യൂക്ലിയർ ഡിവിഷൻ ഇൻ ദി സൈഗോട്ട്. അതുപോലെ തന്നെ ലീ 1955 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അബ്നോർമൽ കണ്ടീഷൻ ഓഫ് ഒക്കറൻസ് ഓഫ് ന്യൂക്ലിയസ് വേരിയസ് സൈസ് ഇൻ ദ ഫ്രീ ന്യൂക്ലിയർ എംബ്രിയോ. ഫ്രീ ന്യൂക്ലിയർ എംബ്രിയോയിൽ വേരിയസ് സൈസ് കാണുന്നതായിട്ട് ഒരു അബ്നോർമൽ കണ്ടീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലീ. അതുപോലെ തന്നെ ബാൾ 1956 റിപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ റൂട്ട് ഓർ റാഡിക്കൽ ഡെവലപ്പ് ഫ്രം എൻ എപ്പിക്കൽ മെരിസ്റ്റം അറ്റ് ദ മൈക്രോപൈലാർ എൻഡ്. മൈക്രോപൈലാർ എൻഡിൽ നിന്നാണ് റൂട്ട് അഥവാ റാഡിക്കൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്ന് ബാൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലീ 1955 റിപ്പോർട്ട് ചെയ്ത വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിവിഷൻ ഓഫ് ദി സൈഗോട്ട് ആൻഡ് ഇൻകംപ്ലീറ്റ് സെൽ പ്ലേറ്റ് അപ്പിയേഴ്സ് ബിറ്റ്വീൻ ദ ന്യൂലി ഫോംഡ് ന്യൂക്ലിയയുടെ അവിടെ ഒരു എന്താ പറയുക ഇൻകംപ്ലീറ്റ് സെൽ പ്ലേറ്റ് അപ്പിയർ ചെയ്യുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ജിങ്കോയുടെ എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ സ്റ്റേജസ് ആണ് A, B, C, Dയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സീഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെച്യൂർ സീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് ഒരു എപ്രിക്കോട്ടിന് ഈക്വലായിട്ടാണ് ഉണ്ടാവുക. ഇനി സീഡിൻ്റെ പ്രത്യേകത സീഡ് കോട്ടിലാണെങ്കിൽ ഔട്ടർ ഓറഞ്ച് കളറായിട്ടുള്ള ഒരു ഫ്ലഷി പോർഷനും അതുപോലെ ഇന്നർ ഹാർഡ് സ്റ്റോണി ആയിട്ടുള്ള ലെയറും ഉണ്ടായിരിക്കും. അപ്പോൾ 2 ലെയറാണ് ഉണ്ടാവുക. ഔട്ടർ ലെയർ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറാണ്, ഫ്ലഷിയാണ്. ഇന്നർ എന്ന് പറയുമ്പോൾ ഹാർഡാണ്, സ്റ്റോണി ലെയറാണ്. പിന്നെ ഫ്ലഷി കോട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ബ്യൂട്ടറിക് ആസിഡൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഓർഡറാണ് അത് ഉണ്ടാവുക, അത് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ. ജെർമിനേഷൻ ഓഫ് സീഡ് എന്ന് പറയുന്നത് ഹൈപ്പോഗിയിലാണ്. ഡോഗ്ര 1992 പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംബ്രിയോയുടെ മേജർ പാർട്ട് ഓഫ് ദ ഗ്രോത്ത് നടക്കുന്നത് ഒന്നില്ലെങ്കിൽ ആ സീഡ് ട്രീയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം അത് ഗ്രൗണ്ടിൽ വീണതിന് ശേഷമാണ് മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു ഗ്രോത്ത് നടക്കുന്നതെന്നാണ് ഡോഗ്ര പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ ഓഫ് ജിങ്കോ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 വർഷത്തിലാണ്. ഇത് മെച്യൂർ സീഡ്സിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ജിങ്കോയുടെ സീഡിൻ്റെ ഒരു LS ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഔട്ടർ ഫ്ലഷി ലെയർ ഉണ്ട്. അത് കഴിഞ്ഞ് ഹൈപ്പോകോട്ടയിൽ, എപ്പിക്കോട്ടയിൽ കോട്ടിലൻസ് കാണപ്പെടുന്നു. പിന്നെ ഇന്നറിലൊരു സ്റ്റോണി ലെയർ ഉണ്ട്, ഇൻഡ്യൂഗമെൻറ്റ്സ് ഉണ്ട്, ഇന്നർ ഫ്ലഷി ലെയർ, അതുപോലെ തന്നെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. യങ് സീലിങ്സ് ഓഫ് ജിങ്കോ ബൈലോബയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതിന് വരുന്ന വ്യത്യാസങ്ങളാണ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ജിങ്കോ ബൈലോബയുടെ സീഡ്സ് ആണ്. ഇനി നമുക്കിതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജിങ്കോ ബൈലോബ എന്ന് പറഞ്ഞാൽ ഒരു ഓർണമെൻ്റൽ ട്രീ ആണ്. അത് മെയിനായിട്ട് ഷെയ്ഡ്, ഒരു ഓൾസോ ഗ്രോൺ ആസ് എ ഷെയ്ഡ് ട്രീ. നമ്മൾ പറഞ്ഞ ഫ്യൂച്ചറിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ് ട്രീ ആണിത്. ഇത് ചൈനയിലും ജപ്പാനിലൊക്കെ വേർഷിപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ എൻഡോസ്പേം എന്ന് പറയുന്നത് റോസ്റ്റഡ് സീഡായിട്ട് നമുക്ക് എഡിബിളായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. എഡിബിളാണത്. വേറൊരു റിമാർക്കബിൾ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഫംഗൽ ആൻഡ് ബാക്ടീരിയ റെസിസ്റ്റൻ്റ് ആണ്. അതിൻ്റെയൊക്കെ അറ്റാക്കിന് അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് വുഡ് എന്ന് പറഞ്ഞ് യൂസ്ലെസ് ആണ്, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ മെയിൽ ട്രീ എന്ന് പറയുന്നത് സിറ്റി ഗാർഡനിലൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫീമെയിൽ ട്രീസ് ആണെങ്കിലും അൺപ്ലസൻ്റ് ഓർഡർ അത് എമിറ്റ് ചെയ്യുന്നു. ഈ ട്രീനെ നമ്മൾ ഹിന്ദിയിൽ ബാൽ കുൻവാരി എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ജിങ്കോ ബൈലോബയുടെ ലൈഫ് സൈക്കിൾ പറയുന്നത്. ഇനി നമുക്ക് ഇതിന് ജിങ്കോ ഗേൾസിന് കോണിഫറൽസ് ആയിട്ട് റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കോൺ ലൈക്ക് അപ്പിയറൻസ് ആണ് ട്രീക്ക്. അതുപോലെ സ്റ്റെം എന്ന് പറഞ്ഞ മോണോപോഡിയിലാണ്, എക്സ്റ്റെൻസീവ്ലി ബ്രാഞ്ചഡ് ആണ്. അതുപോലെ ലോങ് ഷൂട്ടും ഉണ്ട്, ഡോർഫ് ഷൂട്ടും ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 2 ടൈപ്പ് ഓഫ് ലീവ്സും പ്രസൻ്റ് ആണ്. അത് ഗ്രീൻ ലീവ്സും അതുപോലെ തന്നെ സ്കെയിൽ ലീവ്സും. ലീവ്സ് സിമ്പിളാണ്. വുഡ് നമ്മൾ പറഞ്ഞു പിക്നോസൈക്ലിക് ആണ്. പിത്തും കോർട്ടെക്സും ഭയങ്കര നാരോ ആണ്. സെക്കൻഡറി വുഡിൽ എക്സ്റ്റൻസീവ് ഡെവലപ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ സങ്കൺ സ്റ്റൊമാറ്റ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റിസംബ്ലൻസ്. അതുകൂടാതെ പ്രസൻസ് ഓഫ് 2 ഇയർ ലൈക്ക് സ്ട്രക്ചർ ലേറ്റർലി ഓൺ ദ മൈക്രോസ്പോർ ഓഫ് ദി ജിങ്കോ. പിന്നെ മൈക്രോസ്പൊറാഞ്ചിയയ്ക്കുള്ളത് ലോങ്ങിറ്റ്യൂഡിനൽ ഡീസൻസ് ആണ്. അതുപോലെ തന്നെ ദി ഇൻഡിഗുമെൻ്റ് ഇൻ ജിങ്കോ ഓവ്യൂൾ ഈസ് 2 പാർട്ടഡ് ആസ് ഇൻ മെനി കോണിഫെറോഫൈറ്റ്സ്. അതുപോലെ തന്നെ ദ ഓവ്യൂൾസ് ഇൻ ജിങ്കോ ഈസ് എസേ ലൈക്ക് ദോസ് ഓഫ് കോണിഫേഴ്സ് ആൻഡ് ഈസ് ലൈക്വൈസ് സറൗണ്ടഡ് ബൈ എ സിംഗിൾ ഇൻഡിഗുമെൻ്റ് ദാറ്റ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റ് ഇൻ ടു 3 സിമിലർ ലെയേഴ്സ്. വേറൊരു സിമിലാരിറ്റി റിസംബ്ലൻസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദ പൊളൻ ചേംബർ ഓഫ് ദ ഒവ്യൂൾ ഇൻ ജിങ്കോ ഡിഫേഴ്സ് ഓൺലി റിലേറ്റീവ്ലി ഫ്രം ദ എപ്പിക്കൽ കോൺകാവിറ്റീസ് ഫോംഡ് ഓൾസോ ബൈ സെൽ ബ്രേക്ക് ഡൗൺ വിച്ച് ഓക്കർ മെനി കോണിഫേഴ്സ് ആൻഡ് ടാക്സൈറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് റിസംബ്ലൻസ് വിത്ത് കോണിഫറൽസ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ജിങ്കോ ഗേൾസിനെ പറ്റി പറയാനുള്ളത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്, ഇൻറ്റേർണൽ ക്യാരക്ടേഴ്സ്, ലോങ് ഷൂട്ട്, ഡ്വാർഫ് ഷൂട്ട്, അതിൻ്റെ റീപ്രൊഡക്ഷൻ, മൈക്രോസ്പൊറാഞ്ചിയം, അതുപോലെ മെഗാസ്പൊറാഞ്ചിയം, അതിൻ്റെ ഫെർട്ടിലൈസേഷൻ, പിന്നെ അതിൻ്റെ അനാട്ടമി പറയുമ്പോൾ സ്റ്റെമ്മ്, റൂട്ട്, ലീവ്സ് അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. പിന്നെ പോളിനേഷനെ പറ്റി പറഞ്ഞു.
പിന്നെ അതിൻ്റെ എംബ്രിയോജനി, പിന്നെ സീഡിൻ്റെ സ്ട്രക്ചർ, പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മളിതിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണുള്ളത്. താങ്ക് യു.